അടിയന്തര പ്രമേയം കൊണ്ട് പ്രതിപക്ഷം എന്ത് നേടി? ഉന്നയിച്ച ഏതെങ്കിലും വിഷയത്തിൽ മുൻതൂക്കം നേടാനായോ? പ്രതിപക്ഷ നിരാശയായിരുന്നു ഫലം. അന്വേഷണം നടത്തി ADGPക്കെതിരെ നടപടിയെടുത്തത് സർക്കാരിന് വിശദീകരിക്കാനായി. RSS ബന്ധം ആരോപിച്ച പ്രതിപക്ഷത്തെ അത് തിരിഞ്ഞുകൊത്തി. വർഷവും തീയതിയും പറഞ്ഞാണ് കോൺഗ്രസ് RSS ബന്ധത്തെ ഭരണപക്ഷം അവതരിപ്പിച്ചത്. പല സമയത്തും പ്രതിപക്ഷം ചരിത്ര ക്ലാസ്സിലെന്ന പോലെ നിശബ്ദം കേട്ടിരുന്നു. RSS ചങ്ങാത്തത്തിൽ പ്രതിപക്ഷ നേതാവിനെ തന്നെ പിടിച്ചപ്പോൾ പ്രതിരോധിക്കാൻ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിസ്സംഗതയോടെ പ്രതിപക്ഷാംഗങ്ങൾ കണ്ടിരുന്നു. അക്ഷരാർത്ഥത്തിൽ മലപ്പുറം പറഞ്ഞു കുടുങ്ങി. ജനസംഘത്തോടൊപ്പം മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തവരല്ലേ കോൺഗ്രസ് എന്ന ചോദ്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ചീട്ടുകീറി. കോൺഗ്രസിനെ സഹായിക്കാൻ ലീഗിന് പോലും സാധിച്ചില്ല. പണ്ട് EMS സർക്കാർ മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ ലീഗ് ആ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. CH മുഹമ്മദ് കോയയുടെ കോൺഗ്രസ് വിമർശനം സഭയിൽ പാറി. ലീഗ് MLA ഷംസുദ്ദീൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതൊഴിച്ചാൽ ലീഗിൻ്റെ സ്ഥിതിയും കഷ്ടമായിരുന്നു. എങ്ങും തൊടാതെ കുഞ്ഞാലിക്കുട്ടി. കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന MK മുനീറിൻ്റെ സ്വർണ്ണക്കടത്തുകാരുമായുള്ള കൊടുവള്ളി ബന്ധം ചർച്ചയായത് അദ്ദേഹത്തെയും വലച്ചു. അടിയന്തര പ്രമേയ ചർച്ചയിൽ അൻവർ അപ്രസക്തനാവുന്നതും കണ്ടു. സഭ പിരിഞ്ഞയുടൻ PV അൻവർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കാണാൻ രാജ്ഭവനിലേക്ക് പോയി.